ഇത്തവണത്തെ പ്രചരണ കോലാഹലങ്ങൾക്കിടെ ചില സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ചത് ഇപ്പോൾ നമ്മളിരിക്കുന്ന ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് LDF കൺവീനർ പറഞ്ഞത് വിവാദമായി. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടായി. അത് നെഗറ്റീവ് ആകുമെന്ന് കരുതുന്നുണ്ടോ? ഇതൊന്നും ഒരു ഇലക്ഷനിൽ ഒരു പ്രശ്നമായിട്ട് വരുന്ന കാര്യങ്ങളല്ല. ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞതാണോ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം? ഇതൊക്കെ മാധ്യമങ്ങളിടയ്ക്ക് ഇങ്ങനത്തെ ഒരു മസാലയൊക്കെ ചേർത്ത് പറയുന്നുള്ളതല്ലാതെ ഇതൊന്നും ഇലക്ഷനിൽ സ്വാധീനം ചെലുത്താനേ പോകുന്നില്ല. VS അച്യുതാനന്ദനെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്ന് CPM ഒഴിവാക്കിയെന്നൊരു വാർത്ത മാതൃഭൂമിയിൽ കണ്ടിരുന്നു. അതിന്റെ വാസ്തവം എന്താണ് ഈ താരപ്രചാരകൻ എന്നുള്ള വാക്ക്? എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ മാധ്യമങ്ങൾ ഓരോ വാർത്ത കൊടുത്തുണ്ടാക്കുന്നില്ലാതെ എന്താണ് ഈ താരപ്രചരണം? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന, അതായത് പ്രചരണത്തിന്റെ ചെലവ് കൊടുക്കുന്ന ആ ലിസ്റ്റിലുള്ള ആളുകൾ, അത് കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആളുകളുടെ പേര് CC ഓഫീസിൽ കൊടുത്തത് മാത്രമാണത്. അല്ലാതെ VS കേരളത്തിലെ പ്രചരണത്തിൽ വളരെ ശക്തമായിട്ട് പങ്കെടുക്കുന്ന ഒരു നേതാവാണ്. കേരളത്തിലെ 10 ജില്ലകളിൽ VS പര്യടനത്തിന് പോകുന്നുണ്ട്. അത്രയും പര്യടനത്തിനൊന്നും മറ്റുള്ള പല ആളുകളും പോകുന്നില്ലല്ലോ. കേരളത്തിൽ മുഖ്യമായി പ്രചാരണം നടത്തുന്ന ഇടതുപക്ഷവരുടെ നേതാക്കന്മാരിൽ ഒരാളാണ് VS. അതിന് നിങ്ങൾ താരം എന്ന് കൊടുത്താലോ മറ്റൊന്ന് പേര് കൊടുത്താലോ VS കേരളത്തിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ്. VSന് ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൂടുതൽ സ്ഥലത്ത് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് പരമാവധി MP-മാരെ കിട്ടിയില്ല എങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ദേശീയ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നൊരു അവസ്ഥയുണ്ടോ? അങ്ങനെ ഒരു മനസ്സിലാക്കൽ കേരളത്തിലെ CPIM നടത്തിയിട്ടുണ്ടോ? ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരത്തിന് പല ഘടകങ്ങളുണ്ട്. വിവിധ സംസ്ഥാന നിയമസഭകളിലുള്ള പങ്കാളിത്തം, ലോകസഭയിലുള്ള സീറ്റ്, ഇങ്ങനെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ദേശീയ അംഗീകാരത്തിൻ്റെ പ്രശ്നം കിടക്കുന്നത്. പിന്നെ ദേശീയ അംഗീകാരം കിട്ടുമോ ഇല്ലയോ നോക്കിയിട്ടൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാരൊരു പ്രസ്ഥാനം ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ദേശീയ അംഗീകാരമുള്ള പാർട്ടിയാണെന്ന് നോക്കിയിട്ടാണോ CPM രൂപീകരിച്ചത്? ഞങ്ങൾ 64 പാർട്ടി രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അംഗീകാരം ഉണ്ടായിരുന്നോ? പ്രവർത്തിച്ച് ഞങ്ങൾ അംഗീകാരം വാങ്ങിയതാണ്. ഇടയ്ക്ക് ഇലക്ഷനിൽ തോൽവിയൊക്കെ സംഭവിക്കും, ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. നിങ്ങൾ 1977 കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ഞങ്ങൾ ജയിച്ചിട്ടില്ലല്ലോ. പാർലമെൻറ്റ് സീറ്റിൽ ഇപ്പോൾ ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ? ഒരു സീറ്റിൽ ഞങ്ങൾ ജയിച്ചിട്ടില്ല. പക്ഷേ 1980 ഞങ്ങൾ തിരിച്ചു വന്നു കേരളത്തിൽ. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനമെന്ന് മുൻകാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് 100% ആത്മവിശ്വാസത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി. ഇടതുപക്ഷ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഞങ്ങൾക്ക് ഇത്തവണ കഴിഞ്ഞ തവണ കിട്ടിയ 8 സീറ്റായിരുന്നു. ഇത്തവണ ഞങ്ങൾക്ക് സീറ്റ് വർദ്ധിക്കും. കഴിഞ്ഞ തവണത്തെ കിട്ടിയ വോട്ടിംഗ് ശതമാനം ഞങ്ങൾക്ക് ഇത്തവണ വർദ്ധിക്കും. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ പ്രവർത്തകന്മാർക്കുള്ളത്. ഈ ജയസാധ്യത അട്ടിമറിക്കാൻ എല്ലാ വിരുദ്ധ ശക്തികളും കൂടി കൂട്ടുകെട്ടുണ്ടാക്കാൻ ഇടയുണ്ട് എന്ന് കണക്കാക്കി ഓരോ സീറ്റിലും അതിനനുസരിച്ച വോട്ട് വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ ഇത്തവണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഇത്തവണ ഒരു മികച്ച റോൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരു ശക്തിയായിട്ട് ഇടതുപക്ഷം മാറും. കാരണം ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടില്ല. BJPക്ക് കിട്ടില്ല, കോൺഗ്രസിനും കിട്ടില്ല, NDAക്കും കിട്ടില്ല, UPAക്കും കിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള കഴിവ് വർദ്ധിക്കും. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ രംഗത്തുണ്ടാകാൻ പോകുന്ന മാറ്റം. BJPയെ മാറ്റി നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി സാഹചര്യം വന്നാൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാനും തയ്യാറാകും. അതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല. രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി എന്നുള്ള തെരഞ്ഞെടുപ്പായി ഞങ്ങൾ ഇതിനെ കാണുന്നില്ല. നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആരെങ്കിലും പ്രധാനമന്ത്രിയായാൽ പോരാ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ പോരാ, ഒരു ബദൽ ഗവൺമെൻറ് ഇന്ത്യയിലുണ്ടാകും. അതിന് സാഹചര്യമുള്ള മിനിമം പരിപാടി അംഗീകരിക്കുന്ന ഒരു കൂട്ടുകെട്ടിന് മാത്രമേ ഞങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ സാധിക്കൂ. അത് BJPയെ താഴത്തിറക്കുക അതിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഇടപെടാൻ CPM തയ്യാറാണ്. മുഖ്യശത്രു ഒന്നേ ഉള്ളൂ, അത് BJPയാണ്. BJPയെ തോൽപ്പിക്കുക എന്നുള്ളത് മുഖ്യമായ ഘടകം തന്നെയാണ്. ഇലക്ഷന് ശേഷം BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അത് ഇന്ന് ആൾ പ്രധാനമന്ത്രിയാകണമെന്നുള്ള കണ്ടീഷൻ്റെ മേലെ ആയിരിക്കില്ല. അത് സാഹചര്യങ്ങൾ 2004 സാഹചര്യമല്ല 2019 ചിലപ്പോൾ 96 പോലെയാകാം, അല്ലെങ്കിൽ 89 പോലെയാകാം. അത് ഇലക്ഷന് ശേഷം നമുക്ക് തീരുമാനിക്കാം. വളരെ നന്ദി ശ്രീ കോടിയേരി.